ഞാൻ എൻ്റെ ചെറിയ സംശയം ചോദിക്കാനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ട് കേട്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലാതെ കാള പറ്റുന്ന കേൾക്കുമ്പോൾ കയറെടുക്കാം. മറ്റേ സ്വാഭാവികമായിട്ട് എല്ലാ അറിവും ഒരു മനുഷ്യനിക്ക് ഉണ്ടാവത്തില്ലല്ലോ. അറിവ് ഒരു കടൽ പോലെയാണ്. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരോട് ചോദിക്കുക എന്നതാണ് ഒരു നല്ല ഒരു ചിന്ത. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. അപ്പം ഇന്ന് നമ്മുടെ കോൺഗ്രസിൻ്റെ ഒരു തോറ്റൊരു MLA തോറ്റ ഈ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾക്ക് ഇഷ്ടമില്ലായിട്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം ഒരു പ്രസംഗത്തിനിടയിലും അദ്ദേഹം വളരെ രൂക്ഷമായിട്ട് മതന്യൂനപക്ഷങ്ങളെ വിമർശിക്കുന്നത് കേട്ടു. കല്ല് വച്ചെന്നോണം, ശുദ്ധ അസംബന്ധം, വിഡ്ഢിത്തരത്തിൻ്റെ ഘോഷയാത്ര, അങ്ങനെ ഒരു പ്രസംഗം ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കേട്ടത്. അയാളെ പരാജയത്തിന് പൂർണ്ണ ഉത്തരവാദിത്വം MA യൂസഫ് അലി. ന്യൂനപക്ഷങ്ങൾ മുഴുവൻ വോട്ട് കടകംപള്ളി സുരേഷിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവിടെയും കുറ്റപ്പെടുത്തുന്ന മുസ്ലിങ്ങളെയാണ്. എന്നാൽ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ CPM-ന്റെ നേതാക്കന്മാരും പറയുന്നത് കേട്ട് ന്യൂനപക്ഷങ്ങൾ മുഴുവനമായിട്ട് വർഗീയവാദി ശക്തികൾ അഴിഞ്ഞാടിയിട്ട് LDF-നെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് LDF-ന് പരാജയം അദ്ദേഹം വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഈ മതന്യൂനപക്ഷങ്ങൾ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. അവർക്ക് വോട്ടുണ്ടായിട്ടുള്ളൂ, പറയാൻ വോട്ടും ചെയ്തിട്ടില്ലേ. എന്ത് അബദ്ധജടിലമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പൊ ഒന്നും അല്ലാണ്ടായി. സംഖ്യകൾ ഇപ്പൊ അങ്ങനെ പറയുന്നില്ല. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം നമ്മളിൽ ചിലരും പിന്നെ CPM ഒക്കെ ഏറ്റെടുക്കുന്നുണ്ട്. ശരത്ചന്ദ്ര പ്രസാദ് ഉളുപ്പും നാണവും മാനവും ഉണ്ടെങ്കിൽ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു പോകും. അത്രക്കാൾ വെറുപ്പാണ് നിന്നോടൊക്കെ പാർട്ടിയുടെ പ്രവർത്തകർക്ക്. മനസ്സിലായോ? നിന്റെ കഴിവുകേട് കൊണ്ട്, നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവിടെ ജനങ്ങൾ നിന്നെ പരാജയപ്പെടുത്തിയപ്പോൾ അത് യൂസഫലിന്റെ പേരിലും മതന്യൂനപക്ഷങ്ങളുടെ പേരിലും ഏത് ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ കെട്ടിവെക്കുന്നത്? പിന്നെ നീ ആ പ്രസംഗത്തിനകത്ത് പറഞ്ഞു പച്ചക്കളവ്. ജമാഅത്ത് കമ്മിറ്റി വിളിച്ചിട്ട് പള്ളിക്കകത്ത് നിന്ന് പിന്നെ കടകംപള്ളി സുരേന്ദ്രനെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പോയി. നിന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അത് പുറത്തുവിടും. ആണാണ് നീയെങ്കിൽ അത് പുറത്തുവിടും. ഞാനൊരു ന്യൂനപക്ഷക്കാരനാണ്. ഇന്ന് വരെ ഒരു രാഷ്ട്രീയ കാര്യത്തിനകത്തും പള്ളിക്കകത്തോ ജമാഅത്ത് കമ്മിറ്റിയോ അങ്ങനെ വിളിച്ചതാക്കി എൻ്റെ അറിവില്ല. ഇതൊക്കെ നരച്ച് മനസ്സിലായി. ഞാനൊരു കറകളന്റെ കോൺഗ്രസ്സുകാരനാണ്. ഇനി എങ്ങാനും പള്ളിക്കകത്ത് അത്തരം ഒരു കമ്മിറ്റി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ അവിടെ പള്ളി കമ്മിറ്റി കാണത്തില്ല. അറിയോ? കാരണം എന്താ? മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കുന്നവരുണ്ട്. പള്ളി ഒരു ദൈവഭക്തിയാണ്. പള്ളിയുടെ ആരാധന കേന്ദ്ര. അതിനകത്ത് നിങ്ങൾ ഈ നാണം കെട്ട പൊളിറ്റിക്കലി പറയുന്ന സ്ഥലമല്ല അത്. മനസ്സിലാക്കിക്കൊണ്ട് വിവരക്കേട് ആവാം, പക്ഷെ അത് ആലങ്കാരികമായി കൊണ്ട് നടക്കണ്ട. മനസ്സിലായ? വായിക്കുന്നൊന്ന് കോതക്ക് പാട്ടാക്കണ്ട. ഓക്കെ? ഈ തരംഗത്തിലും നിന്റെ ജനങ്ങൾ പരാജയപ്പെടുത്തിയില്ലെങ്കിൽ നിന്റെ പ്രവർത്തനം മാത്രം മികവ് കൊണ്ടായിരിക്കും. മനസ്സിലായ? തോറ്റതിന്റെ ഇവന്റെ പ്രവൃത്തിന്റെ ഭാഗമായിട്ട് തോറ്റതാണ്. അത് ഉടനെ കെട്ടിവെക്കുക. അപ്പുറം ഒരു വിഭാഗത്തിന്റെ എന്ത് ക്രൈം, എന്ത് കാര്യങ്ങൾ നടന്നാൽ അപ്പോൾ എല്ലാവരും ചാടിക്കാരി ഇറങ്ങി വന്നിട്ട് മുസ്ലിം ന്യൂനപക്ഷം എന്താണ് ഇത്? എല്ലാ വഴി പോകുന്നവർക്ക് എല്ലാവർക്കും ഒരു പൊട്ടാനുള്ള ഒരു സമുദായം ഇത്. അതെയോ? അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷങ്ങൾ എന്തെങ്കിലും ഒരു ക്രൈം ഉണ്ടെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു. ഞാനിത് പറയുമ്പോൾ മറ്റൊരിടത്തേക്ക് നിങ്ങൾ വ്യാഖ്യാനിക്കില്ല. പക്ഷെ ഇവർക്കൊക്കെ ഇങ്ങനെയും മറുപടി പറയാൻ പറ്റും. ഞാൻ ഇന്നുവരെ ഇത്തരം ഒരു പരാമർശങ്ങളോ ഒരു കാര്യങ്ങളോ ഞാൻ പറഞ്ഞിട്ടില്ല. പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയും കൂടിയാണ്. പക്ഷെ ഇവനൊക്കെ ഈ അവസാന ലാഭിന് 10-20 വയസ്സ് കഴിഞ്ഞ ശേഷം ഈ ദുഷിച്ച ചിന്താഗതി മനസ്സിനകത്ത് ഉണ്ടായിട്ടാണ് ഈ മതനിരപേക്ഷ തീർത്തിട്ട് കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കും. പറയുന്നത് ബോധം വരെ. എത്ര പേര് പരാജയപ്പെടുന്നു കോൺഗ്രസിന്റെ? ആരെങ്കിലും ഇത്ര സ്റ്റേറ്റ്മെന്റ് നടത്തിയോ? നീ അങ്ങനെ മതന്യൂനപക്ഷങ്ങൾ പറഞ്ഞതുപോലെ കേൾക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, തൃക്കരിപ്പൂർ സത്യപ്പോര് എങ്ങനെ വിജയിച്ചത്? പറയാറേ. മലപ്പുറത്ത് VS ജോയി എങ്ങനെ വിജയിച്ചത്? പറയാതെ കേൾക്കട്ടല്ലേ. അത് മാത്രമല്ല, ഈ ഏറ്റവും ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള മേഖലയിൽ മുഹമ്മദ് സിയാസ് അവസാന ലാഭിന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അവിടെ ഇങ്ങനെ മുഹമ്മദ് സിയാസ് വിജയിച്ചത് അങ്ങനെ വിജയിക്കാൻ പറയണം. അപ്പൊ ഈ പച്ച നോണ ജനങ്ങളുടെ മനസ്സിനകത്ത് മറ്റ് വിദ്വേഷത്തിന്റെ ഈ വിത്ത് പാകുന്നതിന്റെ നാണം കെട്ട പ്രസംഗമുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഈ കോൺഗ്രസിൽ നിൽക്കുന്നു. അല്ലെങ്കിൽ പുറത്തോട്ട് പോകും. BJP പോയപ്പോൾ BJP-ക്കാർ പോലും ഇപ്പൊ അത് പറയുന്നില്ല. അതൊക്കെ അവർ നിർത്തി.
അവർക്കും ബോധം വെച്ചു തുടങ്ങി. മനസ്സിലായ? എന്നിട്ട് ഈ 10, 40, 50,000 മണ്ഡലത്തിനകത്ത് പോലും കോൺഗ്രസ് വിജയിച്ചു വരുമ്പോൾ ഇവന് അവിടെ പരാജയപ്പെട്ടത് ഇവന്റെ കഴിവുകളാണെന്ന് ഇവൻ മനസ്സിലാക്കുന്നില്ല. ആദ്യം പോയിട്ട് സ്വന്തം മുഖം ബാത്റൂമിൽ കുളിക്കുമ്പോൾ കണ്ണാടിയിൽ നോക്ക്. മനസ്സിലായ? ജനങ്ങൾക്ക് നല്ല ചെയ്ത രാഷ്ട്രീയം മറന്ന്, കക്ഷി രാഷ്ട്രീയം മറന്ന് ജനങ്ങൾ വിജയിപ്പിക്കും. അതാണ് ഞങ്ങൾ കണ്ടല്ലോ, പയ്യന്നൂരൊക്കെ കണ്ടില്ല. ആന കുത്തിയാൽ മറയാത്ത സ്ഥലമല്ലേ CPM-ന്റെ ഒട്ടക്കൊത്തളല്ലേ? അവിടെ എന്താ ന്യൂനപക്ഷങ്ങളാണ് കൂടുതലുണ്ടാകും. അവിടെയൊക്കെ കുഞ്ഞികൃഷ്ണൻ വിജയിച്ചു വന്നില്ലേ? പണിപ്പറമ്പിൽ ഇല്ലേ ന്യൂനപക്ഷ കേന്ദ്രമല്ലേ? അവിടെയൊക്കെ കൂടുതൽ ഭൂരിപക്ഷം ന്യൂനപക്ഷ. അവിടെ ഗോവിന്ദൻ മാഷ് വിജയിച്ചു വന്നില്ലേ? പിന്നെ അത് മാത്രമല്ല, ഇതേ പറയുന്ന MA യൂസഫലിന്റെ വലങ്കയിൽ നിന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ യൂസഫലിന്റെ അടുത്തൊരു സുഹൃത്തായ ഞങ്ങളുടെ മറ്റൊരു നേതാവ് പരാജയപ്പെട്ടിട്ടില്ലേ? ഇല്ലേ? TM പ്രതാപൻ പരാജയപ്പെട്ടിട്ടില്ലേ? TM പ്രതാപൻ എത്ര സ്റ്റേറ്റ്മെന്റ് നടത്തിയോ? അങ്ങനെ യൂസഫലി അങ്ങനെ പറഞ്ഞിട്ട് ആ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ TM പ്രതാപൻ പരാജയപ്പെടാൻ പാടില്ലല്ലോ. എടാ, നിങ്ങളെന്താ ഈ മതന്യൂനപക്ഷങ്ങൾ ഒന്നിനും കൊള്ളാത്തൊരു പോങ്ങന്മാരുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നു? ആടള കുഞ്ഞിരാമ, ചാടിയട കുഞ്ഞിരാമ തുടങ്ങി ചാടിക്കളിക്കുന്നവരാ ഞങ്ങൾക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ടോ? മനസ്സിലായ? മതമേതന്മാർ മതത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് അനുസരിക്കും. അവർ പൊളിറ്റിക്കലിലേക്ക് വന്നാൽ പോടാവില്ല എന്ന് പറയുന്നത് അറിയോ? അത് ആരോടാരും പറയും. അങ്ങനെ പറഞ്ഞ ചരിത്രമുണ്ട്. അതുകൊണ്ട് വായിക്കുന്ന കോലക്ക് വാട്ടാക്കല്ല. മനസ്സിലായ? മറ്റ് തോൽവിയുടെ പരാജയം കണ്ടെത്തുക. എന്തുകൊണ്ട് അവിടെ പരാജയപ്പെട്ടു അത് പഠിക്കുന്നതിന് ഉടനെ വന്നിട്ട് ഞാൻ മുമ്പേ പ്രവചിച്ചില്ല ഒരു എന്താ പിന്നെ മുമ്പേ പ്രവചിച്ചിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അത് പ്രവചിക്കാൻ പറ്റുമോ? ഏത് കമ്മിറ്റിയാണ് ഇപ്പൊ പ്രസംഗത്തിൽ ഇയാൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം പറയുന്ന ഏത് കമ്മിറ്റി, ഏത് ജമാഅത്ത് കമ്മിറ്റിയാണ് അത്ര ഒരു നിലപാട് സ്വീകരിച്ചത്? അത് പറയണം. അതിന് വിത്ത് എവിഡൻസ് പുറത്തുവിടണം. അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം അദ്ദേഹത്തോട് അതിന്റെ പ്രൂഫിന് ആവശ്യപ്പെടണം, അതിന്റെ തെളിവ് ആവശ്യപ്പെടണം. പറയുന്നതിനകത്ത് വല്ല ലോജിക്ക് വേണം. ഇത് എങ്ങനെ ആര് എവിടെ പരാജയപ്പെട്ടു ഉടനെ ചാടിക്കായി ഒരു മതന്യൂനപക്ഷം എല്ലാവർക്കും ചെണ്ട പൊട്ടാൻ പറ്റിയ ചെണ്ട വായിക്ക് തോന്നിയ കോതക്ക് പാട്ട്. ഞാനൊക്കെ ആ വിവാദപ്പെട്ടല്ലേ? ഞങ്ങളത് ഇന്ന് വരെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞങ്ങൾക്കൊരു പൊളിറ്റിക്കൽ ഉണ്ട്, ഞങ്ങൾക്കൊരു ചിന്ത. ഞങ്ങൾ വെറും കഴുതകളല്ല. മറ്റേ സെപ്റ്റിക് ടാങ്കിലെ ഭക്ഷിക്കുന്നവരല്ല ഇവിടെ തന്നെ പക്ഷങ്ങൾ. അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കില്ല, ഫാത്തിമ തഹരിയ പേരാമ്പ്ര വിജയിച്ചു. എങ്ങനെയാ വിജയിച്ചത്? മുസ്ലിം വോട്ടുണ്ടാ? അതെയാ? എങ്ങനെയാ? പരാജയത്തിന്റെ കാരണം കണ്ടെത്തി. അത് കണ്ടെത്തുന്നവരുണ്ട്. ഊട്ടനെ തോറ്റു കഴിഞ്ഞാൽ ഊട്ടൻ അത് കേന്ദ്രീകരിച്ച് അങ്ങോട്ട് പോയി, ഇത് കേന്ദ്രീകരിച്ച് ഇങ്ങോട്ട്. അത് പിന്നെ മറ്റേരും കേന്ദ്രീകരിക്കുന്നില്ല. ഉറപ്പുകെട്ട വാർത്തകൾ ഇപ്പൊ സംഘീയ പ്രൊഫൈലൊക്കെ അതിങ്ങനെ കൊണ്ട് അങ്ങ് തള്ളി മറിക്കുന്നുണ്ട്. ഇടതുപക്ഷക്കാർ ഞങ്ങൾ പറഞ്ഞത് ശരിയല്ല. എന്ത് ശരിയല്ലേ? എവിടെ ശരിയല്ലേ? നിങ്ങളുടെ വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തവരാ. നിങ്ങൾക്ക് ഈ രാജ്യത്ത് ഒന്നും അറിയത്തില്ല. ആരെങ്കിലും പറയുന്നത് കുപ്പാട് പോയി ഓട്ടം കുത്താൻ വേണ്ടി ചില സ്ഥാനാർത്ഥികൾ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് CPM-നോട് നമ്മൾ രാഷ്ട്രീയമായിട്ട് പൊളിറ്റിക്കലായിട്ട് വിയോജിപ്പുണ്ടെങ്കിലും എനിക്ക് ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് എനിക്ക് ഭയങ്കര വിഷമവും പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരെന്തെന്നെ കുറ്റം പറഞ്ഞാൽ ശരി, ആ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പരാജയപ്പെട്ടത് എനിക്ക് വലിയ വിഷമമുണ്ട്. അദ്ദേഹം വിജയിക്കണമെന്ന് എന്റെ മനസ്സ് ആഗ്രഹിച്ച വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന്റെ എന്താ പറയുക, ചില മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ചില സ്റ്റേറ്റ്മെന്റ് ഇതൊന്നും നടക്കുമ്പോൾ ചെറിയ വാക്ക് പിഴവുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിലും വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നല്ല നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പിണറായിസത്തിനെതിരെയുള്ള വിദ്വേഷം കൊണ്ട് ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചതാണ്. പറഞ്ഞല്ലോ, 1000 ഒത്തിന്റെ വെള്ളം കൂടി കുടിക്കാൻ ഒരു പോത്ത് മതി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? എന്നതുപോലെ അപ്പൊ ഞാനൊരു ന്യൂനപക്ഷക്കാരൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ എന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കണമെന്നില്ല. ഞാൻ അവിടെ ആഗ്രഹിച്ചത്, ഞാൻ തീർത്തു പറയുന്നത്, എന്റെ മനസ്സിനകത്തുള്ള ആഗ്രഹം ശിവൻകുട്ടി ജയിക്കണം തന്നെ. കാരണം കൊച്ചു മക്കൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത കുറെ നിലപാടുകളുണ്ട്. മനസ്സിലായി? അതൊന്നും നമുക്ക് ഞാനൊരു രക്ഷിതാവെന്നുള്ളതൊക്കെ എനിക്ക് എന്താ പറയാ, അതൊന്നും മറക്കാൻ കഴിയില്ല. ഈ ടൂറൊക്കെ പോകുമ്പോൾ കാശില്ലാത്ത കുട്ടികളെ ഒഴിവാക്കാൻ പാടില്ല, കുട്ടികളെ വേർതിരിക്കാൻ പാടില്ല, കുട്ടികളെയൊക്കെ ചേർത്ത് നിർത്തണം.
കുട്ടികൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അവധി ദിവസങ്ങളിൽ കുട്ടികൾ ഓവറായി പഠിപ്പ് എന്നൊരു ക്ലാസ് എടുക്കാൻ പാടില്ല. കുട്ടികൾ കളിക്കേണ്ട പ്രായത്തിൽ കളിക്കുകയും വേണം. അതൊക്കെ നല്ലൊരു നിലപാടില്ല. അതിലൊന്നും ഒരു തർക്കമില്ല. അതിന് രാഷ്ട്രീയത്തിനപ്പുറത്തൊക്കെ ഞാൻ കാണുന്നുള്ളൂ. അതിന് സ്വന്തമായ രാഷ്ട്രീയം ഞാൻ കയറ്റാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് പരാജയപ്പെട്ട് അവിടെ നോക്കുക. അല്ലാതെ ഒരു വിഭാഗത്തിന് മാത്രം ഒരാളെ കേന്ദ്രീകരിച്ച് അങ്ങ് വരാക്കിങ്ങളെ പിന്നെ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് എല്ലാം ശരിയല്ല. ഇപ്പം MAS വലിക്ക് ഇപ്പം കൂട്ടത്ത് വന്നിട്ട് ഇയാളെ പരാജയപ്പെടുത്തല്ലേ പണി. എന്ത് പൊട്ടത്തരായി പറയുന്നു. ആൾക്ക് നിന്ന് ചെയ്യാൻ സമയം ഉണ്ടാകത്തില്ല. ഉറപ്പില്ലാതെ MA യൂസഫ് അലി പറഞ്ഞു പോലും, എന്നിട്ട് അവിടെ ജമാഅത്ത് കമ്മിറ്റി വിളിച്ചു കൂട്ടി പോലും, എന്നിട്ട് ഇവിടെ BJP വരുമെന്ന് പറഞ്ഞു പോലും, എന്നിട്ട് അല്ലാതെ സുരേന്ദ്രന്റെ വോട്ട് ചെയ്യാൻ എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴായിരുന്നു. എന്തൊക്കെ കഥയെ ഭാവത്തിൽ ഒരു കഥയും ഉണ്ടാക്കുക. ജനങ്ങൾ ഇഷ്ടമില്ല, അങ്ങ് തോൽപ്പിച്ച് നല്ല പ്രവർത്തിച്ചാൽ അത്. ഞാൻ പറഞ്ഞ ഈ ജോയി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഈ കഴിഞ്ഞ പ്രാവശ്യം സുരേന്ദ്രനോട് മറ്റേ മുരളീധരനോട് മത്സരിച്ചിട്ട് 500 ചില്ലറ വോട്ടായിട്ട് പരാജയപ്പെട്ട ലോകസഭയിലേക്ക് BS ജോയി, എന്നാലും പേര് CPIM-ന്റെ വർക്കലയിൽ മത്സരിച്ച് ജയിച്ചത്. ഞാൻ വർക്കലയിലുള്ള ആളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്, എന്തായാലും ജോയി പരാജയപ്പെടില്ല. എന്ത് തരങ്ങൾ? കാരണം ജോയി എന്ന് പറയുന്നത് അവിടെ അത്രയും ജനസ്വീകാര്യമില്ല ഒരു വർക്കലയിൽ. അദ്ദേഹം MLA ആയി വന്നതിന് ശേഷം അവർ അവിടുത്തെ ഉദ്ഘാടന റോഡും കാര്യങ്ങളൊക്കെ താറ ചെയ്തതും കാര്യങ്ങളൊക്കെ പിന്നെ ഏത് സമയത്തും പുറത്തൊക്കെ ഉണ്ടാവും. ഇന്നലെ പിന്നെ എന്താ പറയുക, EDന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിന്ന് സംസാരിക്കുന്ന വ്യക്തി. അപ്പൊ അവിടെയുള്ള കോൺഗ്രസ്സുകാരനെ എന്നോട് പറയാം, ഒരു കാരണവശാലും അദ്ദേഹത്തെ പരാജയപ്പെടുത്താക്കില്ല. കൃത്യം തന്നെയാ പറഞ്ഞത്, അദ്ദേഹം പരാജയപ്പെട്ടിട്ടുള്ള നല്ല ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. കാരണം അതെന്താ വെച്ചാൽ അവിടെ ഒരു പാർട്ടിക്ക് അപ്പുറത്തേക്ക് അവർ വിജയിച്ചു വന്നാൽ ആ മണ്ഡലവുമായി ഒരു ആത്മബന്ധം പുലർത്തും ചില MLA-മാരുണ്ട്. അത് നമുക്ക് രാഷ്ട്രീയം അതിന് കാണാൻ പറ്റത്തില്ല. മനസ്സിലായ അത്രയും വികസനങ്ങൾ അദ്ദേഹം അവിടെ കൊണ്ടുപോയി. അതിന് മുമ്പ് ഞങ്ങൾ വർക്കല കഹാറും 2-3 പേരൊക്കെ അവിടെ കോൺഗ്രസിന്റെ വിജയിച്ചിരുന്നു. പക്ഷെ ആദ്യത്തെ ടൈമിൽ കുറച്ച് പിന്നെ ഇവർക്ക് ഈ തുടർ വിജയം ഉണ്ടാകുമ്പോൾ അഹംഭാവം കൂടി ജനങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഒരു ഇത് അയക്കാനും വലിയ ഗമ വന്നു. ഇതെല്ലാം അവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ ഞാൻ എന്റെ കൂടെ വർക്ക് ചെയ്തവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ ഇലക്ഷന് മുമ്പ് തന്നെ പറഞ്ഞു എന്നോട്, വർക്കല നോക്കണ്ട, വർക്കല BS ജോയി തന്നെ. കാരണം അദ്ദേഹം വന്നതിന് ശേഷമാണ് അവിടെ ജനങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. അതിനകത്ത് പാർട്ടി നയം നോക്കാറില്ല. എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് അനുഭവവും പരിഗണിക്കും. പിന്നെ വികസനത്തിൽ അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട്. MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ സർക്കാരിൽ നിന്ന് നേടിയെടുത്തവർ അവർക്കിടയിൽ നല്ല വികസനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കോൺഗ്രസ്സുകാരെന്നോട് പറഞ്ഞു കേട്ടോ, വേറെ CPM-മാരല്ല. അപ്പൊ ആ കോൺഗ്രസ്സുകാരെന്ന് പറയുകയും ചെയ്തു, ഞങ്ങൾ എന്തായാലും നമുക്ക് രാഷ്ട്രീയം, നമുക്ക് നമ്മുടെ നാടിന്റെ വികസനവും നമ്മൾ ചിന്തിക്കും. രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും നമുക്ക് കഴിയുന്ന എന്തെങ്കിലും കിട്ടുന്ന പ്രയോജനം കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ നാടിനെ പ്രയോജനം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന പാത ഒരു ബുദ്ധിമുട്ടില്ലാതാക്കി തരുന്നവരോട് കൂടിയല്ലേ നമ്മൾ നിൽക്കേണ്ടത്. രാഷ്ട്രീയം അത് വിഷയം വേറെ. പക്ഷെ ആ ഒരു വോട്ട് കൊടുത്തതുകൊണ്ട് അവർക്ക് നഷ്ടമില്ല, നേട്ടങ്ങളേ ഉള്ളൂ എന്ന് അവിടെയുള്ള കോൺഗ്രസിന്റെ ചില ആൾക്കാർ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ അത് യുവർ ചോയ്സ്, നിങ്ങളുടെ വോയിസ്. അത്ര ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ കുറ്റം പറയുന്നില്ല. അപ്പൊ അങ്ങനെ അയാളെ പരാജയപ്പെട്ട അങ്ങനെ ചില മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഏത് പാർട്ടിക്ക് അപ്പുറത്തേക്ക് നിന്ന് നിഷ്പക്ഷമായിട്ട് വോട്ട് ചെയ്യും. അങ്ങനെയല്ല വേണ്ടത്. അല്ലാതെ ഒരു ലേബലും കാണിച്ച് നമ്മൾ തലക്കടവും വെച്ചങ്ങ് നടന്ന് എല്ലാവരും കയ്യിൽ കുത്തിക്കളി എന്നുള്ള ധാരണയൊക്കെ അതൊക്കെ കഴിഞ്ഞില്ലേ കാലങ്ങളിൽ ഒരുപാട് മുന്നോട്ട് വന്നില്ലേ? ഇല്ലേ? ലോകം മാറി സഞ്ചരിച്ചില്ലേ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പൊ അത് യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുക, അല്ലാതെ ഈ സംഘപരിവാറിന്റെ ടൂണിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് കോൺഗ്രസിൽ നിൽക്കാന്നുള്ള ചിന്തയൊന്നും വേണ്ട. കൃത്യമായിട്ടുള്ള വിമർശനം ഉണ്ടാവും, പച്ചക്കളവ് അറിയും കേട്ടാ. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് വീണ്ടും വെല്ലുവിളിക്കുന്നു. ഇന്ന് ഞാൻ ഏഷ്യനെറ്റിലെ കൂടിയാണ് ആ വാർത്ത കണ്ടത്. ജമാഅത്ത് കമ്മിറ്റി വിളിച്ചിട്ട് അവിടെ നിന്ന് എന്താ കടകംപള്ളി സുരേന്ദ്രനെ വോട്ട് ചെയ്യണം എന്നുള്ള പച്ചക്കളവ് ഈ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്. പച്ചക്കളവ്. ഇയാൾ അതിന്റെ പ്രൂഫ് വിത്ത് എവിഡൻസ് ഇതേ സോഷ്യൽ മീഡിയയിലോ മാധ്യമങ്ങൾക്കോ കൊടുക്കുന്നത് വരെ ഇയാൾ പച്ചക്കളവ് പറഞ്ഞത് ഞാൻ പറയും. അല്ലെങ്കിൽ തൻ്റെ ഇടമുണ്ടെങ്കിൽ, മുഖത്ത് ആ മീശ ഉണ്ടെങ്കിൽ അത്തരം ഓർത്തുകൊണ്ട് ഏത് കമ്മിറ്റി ഞാൻ പ്രതികരിക്കും.
മനസ്സിലായി, അവിടെ വന്ന് പ്രതികരിക്കും. അങ്ങനെ ഒരു കമ്മിറ്റിക്കകത്ത് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ഏതെങ്കിലും ഒരു ജമാഅത്ത് കമ്മിറ്റി വിളിച്ച് കൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് അത് കേട്ടിട്ട് ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ. കാരണം നമുക്ക് വയലും പ്രായമാണ് ഇല്ലേ. പിന്നെ ആരോപണങ്ങൾ എതിരാളികളും മറ്റു പാർട്ടിക്കാരൊക്കെ പറയാറുണ്ട്, ആ വഴിക്കാൻ വിടല ഞങ്ങൾ. മുസ്ലിം ലീഗ് പള്ളിക്കകത്ത് നിന്ന് വോട്ട് പിടിച്ചു, പള്ളിക്കകത്ത് ഇങ്ങനെ ക്യാമ്പ് നടത്തി. എങ്ങനെ? ഏത് മുസ്ലിം ലീഗ്, ഏത് പള്ളിക്കകത്ത്? ഞാനൊരു കോൺഗ്രസ്സുകാരനല്ലേ, ഞാൻ അനുവദിക്കുമോ? അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുന്ന അതുപോലത്തെ കോൺഗ്രസ്സുകാർ കുടുംബത്തിൽപ്പെട്ടവർ ഞങ്ങളടക്കം മരിച്ചയ്ക്കും ഇമാമത്ത് വളർത്തി കൊടുക്കുന്നുണ്ടല്ലോ പള്ളിക്കകത്ത് ഇല്ലേ? ഞങ്ങൾക്ക് ജോലിക്കുള്ള അവകാശം നിങ്ങൾ അനുവദിക്കുമോ? ഞങ്ങളുടെ കുടുംബക്കാരെ അനുവദിക്കൂ? ഇല്ല. അപ്പൊ അങ്ങനെ ഒരു പ്രവണത ഞങ്ങളിൽ ഇല്ല. ഇതിനെപ്പറ്റി അറിയാത്തവർ ഈ പുറത്തുനിന്ന് കഥകൾ ഉണ്ടാക്കി വായുവിന് എന്തെങ്കിലും സൃഷ്ടിച്ചങ്ങ് പാച്ച കളവോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ എന്നുള്ള ഒരു വാദമുണ്ട്. അതാ ഇയാളൊക്കെ പറയുന്നത്. കമന്റ് അപ്പൊ ഞാൻ അതിന് ബാക്കിയാൻ മറുപടി ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ അയാൾ ആ പ്രസംഗം കേട്ടപ്പോഴത്തേക്കിങ്ങനെ ഇരുന്ന് കേൾക്കുമ്പോൾ ഞാനിത് പറഞ്ഞതാ. കാരണം കളവ് പറയാൻ പാടില്ലല്ലോ. ഞാൻ അവിടെ ഇരുന്നിട്ട് പറയും കൂസ പരിയാ തോപ്പിക്കാൻ വേണ്ടി നാളെ ഈ മനുഷ്യർക്കൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാൻ വേണ്ടി കേൾക്കുന്നവരെന്താ വിചാരിക്കുക? ഇയാളുടെ വെച്ച് പോകാൻ മാറണം. ഇയാളെ വിഡിത്തരം പറയാം. ആ വിഡിത്തരം കേട്ട് അങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുന്നു. ഇവന്റെയൊക്കെ വിചാരം, ഇയാളെയൊക്കെ വിചാരം യൂസഫ് അലിയുടെ 1,000 വാക്ക് വേറെ ഉണ്ട്. ഇയാളെ പരാജയപ്പെടുത്താൻ പറയല്ലേ യൂസഫ് അലിന്റെ പണി. BJPന്റെ ഏജന്റ് പണി. എന്ത് ഉറപ്പില്ലായ്മ പറയുന്നത്. അയാളൊരു ബിസിനസ്സുകാരനല്ലേ. ഇനി രാജ്യത്തിന് ഭരിക്കുന്നതിന് ഭരണാധികാരിയായിട്ട് അദ്ദേഹം നല്ല ബന്ധം പറഞ്ഞിട്ടുമ്പോൾ അപ്പോൾ ആ പാർട്ടി ഇരിക്കുന്ന ഇപ്പോൾ കയാക്കട ഇന്ത്യന്റെ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെ വലിയ രാജാക്കന്മാരുമായിട്ടൊക്കെ അദ്ദേഹത്തിന് വലിയ ബന്ധമല്ലേ. നമ്മൾ കാണുന്നില്ല, ലോകം കാണുന്നില്ല ഇതൊക്കെ. അയാൾ ബിസിനസ്സുകാരനല്ലേ. ഇപ്പൊ ഞാൻ ചോദിക്കുക, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞങ്ങളുടെ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി സ്വാഭാവിക രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കാണും ഇല്ലേ? അത് സ്വാഭാവിക. ഏത് പാർട്ടിയായിക്കഴിഞ്ഞാലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കാണണമല്ലോ. അതിനന്തം കമ്മികളെന്ന പടച്ചു വിട്ടത് അത് സതീശനും BJPയുമായിട്ട് എന്താ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു അന്തർധാര ഇതുണ്ട് അത്. അപ്പൊ അത് അവർ രാഷ്ട്രീയപരമായിട്ട് പറയട്ടെ, തർക്കമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ, ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കാണും. അത് സ്വാഭാവികമാണ്. അത് ഈ കഴിഞ്ഞ മുമ്പിലത്തെ പിണറായി വിജയൻ ഇതുവരെ സ്റ്റേറ്റിൽ അധികാരം ഏറ്റവും കൂടുതൽ പോയി കണ്ടിട്ടുണ്ട്. അതിന് മുമ്പിലും കണ്ടിട്ടുണ്ട് ഇല്ലേ? ഇപ്പൊ തമിഴ്നാടിന്റെ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം പോയി കണ്ടില്ലേ? അതങ്ങനെ സ്വാഭാവികമല്ല. അപ്പൊ അതിനൊക്കെ അത് പിന്നെ രാഷ്ട്രീയക്കാർ അവരുടെ നേട്ടങ്ങൾ കൊണ്ട് പറയുമ്പോൾ അത് ആ തരത്തിൽ നമുക്ക് മുഖേന കഴിക്കാം. പക്ഷെ ഇതങ്ങനെയല്ലെല്ലാം പറയുന്നത്. ഇത് ഒരു സമുദായത്തിൽ അങ്ങ് കേന്ദ്രീകരിച്ചിട്ട് കല്ല് വെച്ച നോണ അങ്ങ് അടിച്ചിറക്കുക. എന്നിട്ട് ഇയാൾ വലിയ മിടുക്കനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാ, ഈ ഭയങ്കര ജനപ്രിയനാണെന്ന് തെളിയിക്കാൻ വേണ്ടി. ആർക്കെ തെളിയിക്കുന്നത്? കോൺഗ്രസ് നേരത്തെ മന്ദബുദ്ധിയല്ല, ഞങ്ങൾക്കറിയാലോ. പണ്ട് മുണ്ടുപുരി അടികിട്ടിയത് വൃത്തിയൊന്നുമില്ല. ഇപ്പല്ലേ ഇത് മനസ്സിലാകുന്നു. ഇതല്ലേ കയ്യിലിരിപ്പ് അല്ലേ? ഇയാളെ KPCC പ്രസിഡന്റാണെന്നും പറഞ്ഞ് ഈ മനുഷ്യൻ ഈ ഇടക്കാലത്ത് പഞ്ചായത്ത് മെമ്പറാണ് യോഗ്യത ഉണ്ടോ നമുക്ക് ആദ്യം പോയിട്ട് എന്നിട്ട് വന്നാൽ സത്യമായിട്ട് ഞാൻ പറഞ്ഞു എന്നൊക്കെ വെച്ചാൽ ഇതിനകത്ത് ഇയാൾ ഈ കളവ് പറഞ്ഞത് പാർട്ടി വിശദീകരണം ചോദിക്കണം നിർബന്ധമായിട്ട്. ഇയാൾ എങ്ങനെ ഈ കളവ് പറഞ്ഞു, അതിന് തെളിവ് കൊണ്ടുവരണം, അതിന് വിത്ത് എവിഡൻസ് പുറത്ത് വിടണം. ഇപ്പം കാഫി സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഇയാൾ അതിനേക്കാൾ അപ്പുറം പറയാം. അതായത് ഇയാൾ പറഞ്ഞത് ആ പ്രസംഗത്തിൽ ഞാനിപ്പം യേശുവിന്റെ ന്യൂസിൽ കേട്ടതാണ്. ജമാഅത്ത് കമ്മിറ്റി കൂടിയിട്ട് ഇങ്ങനെ ഒരു ഇത് തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് ഇയാൾ പറഞ്ഞു. ഏത് ജമാഅത്ത് കമ്മിറ്റി, ഏത് പള്ളി കമ്മിറ്റി? കാരണം ആ കമ്മിറ്റിക്കകത്തും ആ ജമാഅത്തിന്റെ കമ്മിറ്റിക്കകത്തും വ്യത്യസ്ത ചിന്താഗതി, വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് കഴക്കൂട്ടം പോലുള്ള മേഖലയിലേക്കും പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരുണ്ടാവും.
CPM ഉണ്ടാവും, കോൺഗ്രസിലുണ്ടാവും, മുസ്ലിം ലീഗിലുണ്ടാവും, SDPI ഉണ്ടാവും, ഇവരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അങ്ങനെയല്ല ജമാഅത്ത് കമ്മിറ്റി ഉണ്ടായില്ല. ഇയാൾക്കതിനെ പറ്റി ഒരു ധാരണയൊന്നുമില്ല. ഇയാളെന്താ വിചാരിച്ച് ഒരു ജമാഅത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഇന്ന പാർട്ടിക്കാർ മാത്രമല്ല, വന്നിട്ട് ആ പള്ളിയിലെ ഉസ്താദ് പറയും പപ്പാടെ പോലെ അങ്ങ് കുത്തനെന്നായി ഈ പുള്ളിക്കാരൻ ധരിച്ചത്. അറ്റ്ലീസ്റ്റ് ഈ മതത്തിന്റെ ചട്ടക്കൂട് ഒന്നും മനസ്സിലാക്കണ്ടേ? എന്താണ് പള്ളിയിൽ നടക്കുന്നത്, എന്താണ് അവിടെ പറയാൻ പറ്റുക, അത് മനസ്സിലാക്കണ്ടേ? കുറെ സംഖ്യകൾ പറഞ്ഞേക്കും പള്ളിയിൽ നിന്ന് മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്ന മറ്റെന്തോ വർഗീയതയാണ്, അതാണ് ഇതാന്ന് അവർ പറഞ്ഞു നടക്കുന്നതാണ്. പക്ഷെ അവിടെ എന്താ പഠിപ്പിക്കുന്നത് ഞങ്ങൾക്കറിയാം. അവർ തുറന്നിട്ടേ അത് അടച്ചിട്ടിട്ട് സംഖ്യകളിൽ ശാഖയെന്ന് കേൾക്കുമ്പോൾ ഉള്ളിക്കൊണ്ടിരിക്കുക അല്ല, അത് ഒപ്പണം ആർക്കും കേൾക്കുക. ആ പുസ്തകങ്ങൾ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അച്ചടിച്ചു വരുന്ന പുസ്തകങ്ങളാണ് അവിടെയും പഠിപ്പിക്കുന്നത് അല്ലേ? അതിന്റെ അപ്പുറത്ത് അവിടെ പഠിപ്പിക്കുന്നു. അതിനെതിരെയല്ല ഈ സംഖ്യകൾ പറയുന്നത് അവിടെ ഇന്ത്യ പഠിപ്പിക്കുന്നു, വിദ്വേഷ പഠിപ്പിക്കുന്നു, മറ്റതാ പഠിപ്പിക്കുന്നു. അത് വിവരം കിട്ടാൻ നിങ്ങൾ അത് പറയട്ടെ എന്നതേ ചൂണ്ടിൽ തന്നെ ഇതും വന്നു. ഇപ്പോ അതൊന്നും ശരിയല്ല. അപ്പൊ അതിപ്പം പ്രസംഗം കേട്ടപ്പോഴും ഞാൻ ഇത് പറഞ്ഞേ കേട്ടാ. ഓക്കെ, അതിനകത്ത് വല്ല വിയോജിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിനകത്ത് പിന്നെ കമന്റായിട്ട് നിങ്ങൾ അടയാളപ്പെടുത്തും. ബാക്കി പറഞ്ഞ മറുപടി ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഏതായാലും ഞാനങ്ങ് അവസാനിപ്പിക്കുക.